കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ ബാധിച്ച് കഴിയുന്ന ഫറൂഖ് സ്വദേശിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഗലക്ഷണങ്ങൾ കാണിച്ചതു മുതൽ ഇയാൾ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. കൂടുതലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടികയിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്ന കാര്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. MS അനീഷ് കുമാർ ഉണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, 15 പേര് ഹോം ക്വാറന്റൈനിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റൂട്ട് മാപ്പിൽ 58ഓളം പേര് ആരോഗ്യ പ്രവർത്തകരാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് തരണം ചെയ്യാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത്? ഹരി, ഏതാണ്ട് ഒരു സുരക്ഷിതമായ രീതിയിലായിരുന്നു ഇയാളുടെ സമ്പർക്ക പട്ടിക എന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം പറഞ്ഞത്. പ്രത്യേകിച്ചും ആശുപത്രികളിലാണ് കൂടുതലായും ഇദ്ദേഹം സന്ദർശനം നടത്തിയത്. അത് റെഡ് ക്രസൻറ്റ് ഹോസ്പിറ്റൽ, ഫറൂഖിലുള്ള റെഡ് ക്രസൻറ്റ് ഹോസ്പിറ്റലും മിംസ് ആശുപത്രിയിലുമാണ് ഇദ്ദേഹം കൂടുതലായി പോയിരിക്കുന്നത്. ഈ ആശുപത്രികളിൽ പോകുമ്പോൾ തന്നെ അവിടെ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ ആരോഗ്യ പ്രവർത്തകർ ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയത്. അതായത് ഡോക്ടർമാരടക്കമുള്ളവർ പനി ബാധിച്ച് എത്തിയ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളോടുകൂടി എത്തിയ ഇദ്ദേഹത്തിനോട് കൂടുതൽ ഒരു PP കിറ്റ് പോലുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നിശ്ചിതമായ അകൽച്ച പാലിച്ച് തന്നെയാണ് ഇടപഴകിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 30 മുതലുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക, അതായത് എവിടെയൊക്കെ പോയി, ഏതൊക്കെ സമയത്ത് പോയി എന്നതടക്കമുള്ള വരുന്നത്. ഇതിൽ പ്രധാനമായും ഈ റെഡ് ക്രസൻറ്റ് എന്ന സ്വകാര്യ ഹോസ്പിറ്റൽ, ഈ ഫറൂഖ് ചുങ്കത്തുള്ള ആശുപത്രിയുണ്ട്. അതിനുശേഷം OP വെയിറ്റിംഗ് ഏരിയ, അവിടെ ഡോക്ടർ മുരളീധരനെ കണ്ടിരുന്നു 10 മുതൽ 10:30 വരെ. പിന്നീട് അവിടുന്ന് ലാബിൽ പോകുന്നു, ഡേ കെയർ വാർഡിൽ പോകുന്നു, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. പിന്നീട് 3-ാം തീയതി പോസ്റ്റ് ഓഫീസിൽ പോകുന്നു, ഫറൂഖ് കോളേജിൻ്റെ അവിടുത്തെ. പിന്നെ സ്വന്തം വീടിനടുത്തേക്ക് പോകുന്നു. വീണ്ടും അത്തരത്തിലുള്ള ഒരു രീതിയിൽ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് പോകുന്നു, ആശുപത്രിയിൽ പോകുന്നു. അങ്ങനെ കൂടുതൽ സമയവും അത്തരമൊരു ഇടപഴകലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. മറ്റ് പുറം മേഖലയിലേക്ക് കാര്യമായി പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ പോകുമ്പോൾ ആസ്റ്റർ മിംസിലെ OPയിൽ പോകുന്നു. അവിടെ നിന്നും ഈ CT സ്കാൻ എടുക്കാൻ പോകുന്നു, എക്കോ എടുക്കാൻ പോകുന്നു. അവിടുന്ന് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ആസ്റ്ററിൽ പോകുന്നു, അവിടുത്തെ ICUവിലടക്കം കടക്കുന്നു. അത്തരം ഉള്ള ഒരു മേഖലകളാണ് ഏറ്റവും കൂടുതലായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പുറം ലോകവുമായി അധികം സമ്പർക്കം ഈ അസുഖകാലത്ത് ചെലുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള 5 പേർ, അവരുമായിട്ടാണ് ഏറ്റവും അടുത്ത് ഇടപഴകിയത്. അവർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്, ക്വാറന്റൈനിൽ കഴിയുന്നുവെന്ന് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അത് അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, ഭാര്യ എന്നിവരാണ്. പക്ഷേ ഈ കാലയളവിലൊക്കെ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാൾക്ക് രോഗമെത്തിയാൽ 7 ദിവസം മുതൽ 14 ദിവസം വരെയാണ് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ കുട്ടികളടക്കമുള്ളവർ നിരീക്ഷണത്തിൽ കഴിയുന്നു. പക്ഷേ ഇദ്ദേഹവുമായി നേരിട്ട് സമ്പർക്കമുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിനടുത്തുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് സമ്പർക്കം പുലർത്തിയ ആളുകൾ ഉള്ള അടുത്തോട് ചേർന്ന ഇടങ്ങളിലൊക്കെ ഒരു അടച്ചുപൂട്ടൽ, പണ്ടൊക്കെ നേരത്തെ മുൻകാലങ്ങളിൽ പൂർണ്ണമായി ആ മേഖല അടച്ചുപൂട്ടുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു പ്രതിരോധ നടപടികൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അടച്ചുപൂട്ടൽ നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഒപ്പം ഈ ആശുപത്രിയിലും മറ്റും സന്ദർശിക്കുമ്പോൾ മാസ്ക് ധരിക്കണം അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകുമ്പോഴും ഒരു പൂർണ്ണമായ ഒരു നിർബന്ധിത മാസ്ക് ധരിക്കണമെന്ന ഉത്തരവൊന്നും ഇറക്കിയിട്ടുമില്ല. അധികൃതർ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി വരികയാണ്. ഈ സമ്പർക്കം പുലർത്തിയവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന പരിശോധന വരുന്നു. ഈ ഡോക്ടർമാരടക്കമുള്ളവർ ഇപ്പോൾ ക്വാറന്റൈനിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രോഗബാധിതനായ ആളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. വ്യക്തമാണ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നത്. രോഗബാധിതനായ വ്യക്തി 43-കാരൻ്റെ ആരോഗ്യനില ഇത്തിരി ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നിലവിൽ നിൽക്കുന്നത്. അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ നമ്മൾ നിപ്പയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഷിഗല്ലയുടെ കാര്യവും പറയേണ്ടതുണ്ട്.